ഉമ്മൻചാണ്ടിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു പരിപാടി ആദ്യം തുടക്കം കുറിച്ചത്. പക്ഷെ അത് ഉമ്മൻചാണ്ടി പോലെ പിണറായി വിജയൻ ആവില്ല എന്ന് UDFന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് UDF തുടക്കത്തിൽ തന്നെ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ച് ബഹിഷ്കരണം പ്രഖ്യാപിച്ചത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്, ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ സമ്മേളനങ്ങളാണ്. ഞാനിപ്പോഴുള്ളത് മുസ്ലിം ലീഗിൻ്റെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം പ്രസിഡന്റ് AK നാസറിനൊപ്പമാണ്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ചില വിമർശനങ്ങൾ ഉയരുന്നു. അതുപോലെ തന്നെ നവകേരള സദസ്സിന് ആഘോഷപൂർവ്വമായ ഒരു വരവേൽപ്പ് പെരിന്തൽമണ്ണയിൽ ഉണ്ടാകുന്നു. പെരിന്തൽമണ്ണക്കാർ ചില പ്രതീക്ഷകൾ വയ്ക്കുന്നു, പ്രതീക്ഷകൾക്ക് അസ്ഥാനത്താവുന്നു. നവകേരള സദസ്സിനെ എതിർത്തവർക്കെതിരെ നടപടി ഉണ്ടാകുന്നു. പാർട്ടിക്കാർ തന്നെ എതിർപ്പുയർത്തിയവരെ ആക്രമിക്കുന്ന സംഭവം ഉണ്ടാകുന്നു. ഇത്തരം കാര്യങ്ങളിൽ ഈ പെരിന്തൽമണ്ണയുടെ പ്രതീക്ഷകൾക്ക് ഒരു അടിസ്ഥാനവുമില്ലാത്ത തരത്തിലാണ് നവകേരള സദസ്സ് കടന്നുപോയതെന്നാണ് വിമർശനമുയരുന്നത്. അക്കാര്യത്തിലാണ് മുസ്ലിം ലീഗിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് AK നാസറിനോട് നമുക്ക് അഭിപ്രായം തേടാനുള്ളത്. അദ്ദേഹം തന്നെ അതിനുള്ള മറുപടി പറയുന്നു. കേരളത്തിലെ ജനങ്ങളുടെ ആവലാതികൾ കേൾക്കാനും അവ പരിഹരിക്കാനുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഓരോ നിയോജക മണ്ഡലങ്ങളിലും എത്തിയ നവകേരള സദസ്സും ജനകീയ മന്ത്രിസഭയും അവസാന ലാപ്പിൽ ഓടുകയാണ്. തലസ്ഥാനത്തെ മണ്ഡലങ്ങളിലും LDF പ്രവർത്തകർ ആവേശകരമായ സ്വീകരണമാണ് നവകേരള സദസ്സിന് നൽകുന്നത്. എന്നാൽ സദസ്സിനെ എതിർക്കുന്ന പ്രതിപക്ഷത്തെ ആക്രമിച്ചൊതുക്കുകയാണെന്ന് ആക്ഷേപവും ഇതോടൊപ്പം ഉയരുന്നുണ്ട്. പെരിന്തൽമണ്ണയിലെത്തിയ നവകേരള സദസ്സിൽ വലിയ പ്രതീക്ഷ വച്ചു പുലർത്തിയ പദ്ധതികളെക്കുറിച്ച് പരാമർശമുണ്ടായതല്ലാതെ നടപ്പാക്കുന്ന കാര്യത്തിൽ പ്രഖ്യാപനങ്ങൾ ഒന്നുമുണ്ടായില്ലെന്ന് UDF ആരോപിക്കുന്നുണ്ട്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് സദസ്സ് ഉയർന്നോ എന്ന ചോദ്യം പ്രസക്തമാണ്. UDFന്റെ പെരിന്തൽമണ്ണയിലെ അറിയപ്പെടുന്ന മുഖവും മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റുമായ AK നാസർ മാസ്റ്ററുടെ പ്രതികരണം തേടിയപ്പോൾ ഇതെല്ലാം പാർട്ടി ഏരിയ സമ്മേളനങ്ങളായിരുന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പഠിക്കുകയാണെന്ന് പരിഹസിക്കാനും അദ്ദേഹം മറന്നില്ല. ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണത്തോട് അനുബന്ധിച്ച് ഉണ്ടായിട്ടുള്ള വലിയ ജനകീയ അംഗീകാരവും ജനകീയമായിട്ടുള്ള ഒരു സപ്പോർട്ടും കണ്ടപ്പോൾ അതിനെ ഒന്ന് കിടപിടിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് തോന്നിയിട്ടുള്ള ഒരു പരിപാടിയാണ് ജനകീയ സദസ്സ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉമ്മൻചാണ്ടിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു പരിപാടി ആദ്യം തുടക്കം കുറിച്ചത്. പക്ഷെ അത് ഉമ്മൻചാണ്ടി പോലെ പിണറായി വിജയൻ ആവില്ല എന്ന് UDFന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് UDF തുടക്കത്തിൽ തന്നെ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ച് ബഹിഷ്കരണം പ്രഖ്യാപിച്ചത്. പിന്നീട് ജനങ്ങൾക്കത് ബോധ്യമാകുന്ന രൂപത്തിലുള്ള പരിപാടികളാണ് പിന്നെ ഓരോ സ്ഥലങ്ങളിലും നടന്നത്. പെരിന്തൽമണ്ണയുടെ സ്വപ്ന പദ്ധതികളെല്ലാം നവകേരള സദസ്സിൽ നിവേദനങ്ങളും പരാതികളുമായി സമർപ്പിക്കപ്പെട്ടിരുന്നു. ഒന്നിലും നടപടിയുണ്ടാവുമെന്ന പ്രതീക്ഷയില്ലെന്നും ഒരുപക്ഷെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കാമെന്നും UDF നേതാക്കൾ നേരത്തെ പ്രതികരിച്ചിരുന്നു. ഒടുക്കം വണ്ടി വള്ളുവനാടും കടന്ന് തലസ്ഥാനത്തെത്താറായി. പെരിന്തൽമണ്ണക്കാരുടെ സ്വപ്നങ്ങൾ അസ്ഥാനത്തായെന്നാണ് UDFന്റെ പരിഹാസം. ആളുകളുടെ പരാതികൾ കേൾക്കാൻ, ആളുകൾക്ക് പ്രശ്നം പറയാൻ, അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ, അങ്ങനെയൊക്കെയുള്ളൊരു പരിപാടിയായിട്ടാണ് ആദ്യഘട്ടത്തിൽ എല്ലാവരും മനസ്സിലാക്കിയത്. പക്ഷേ പിന്നീട് മുഖ്യമന്ത്രി തന്നെ തുറന്നു പറഞ്ഞു, ഇത് അത്തരമൊരു പരിപാടിയല്ല, ഇത് ജനങ്ങളുടെ പരാതി പരിഹരിക്കാനോ പരാതി സ്വീകരിക്കാനോ ഉള്ള പരിപാടിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് എന്താണ് ജനം പ്രതീക്ഷിച്ചത് അതിനെ പാടെ അട്ടിമറിക്കുന്ന രൂപത്തിലുള്ളൊരു പരിപാടിയാണ് എന്ന് അവർ തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് പിന്നെ കണ്ടത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്, ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ സമ്മേളനങ്ങളാണ്. കോടതി വ്യവഹാരങ്ങളിലേക്ക് നീങ്ങിയ പെരിന്തൽമണ്ണയിലെ തെരഞ്ഞെടുപ്പ് കേസിലും മുസ്ലിം ലീഗ് നേതാവിന് മറുപടിയുണ്ട്. സുപ്രീം കോടതി മൂന്നാമതും നജീബ് കാന്തപുരം MLAയുടെ ഹർജി പരിഗണിച്ചില്ലെന്ന LDFന്റെ പരിഹാസത്തിനുള്ള മറുപടി ഇങ്ങനെയായിരുന്നു. ഒരു പ്രതീക്ഷയുമില്ലാതെ തന്നെയാണ് LDFന്റെ കാൻഡിഡേറ്റായിട്ട് നിന്നിരുന്ന മുസ്തഫ ഈ കേസുമായി മുന്നോട്ട് പോകുന്നത്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക, ഇത് 2 മാസം കൊണ്ട് തീർപ്പാവും, 3 മാസം കൊണ്ട് തീർപ്പാവും എന്നൊക്കെ എന്നോ പറയാൻ തുടങ്ങിയതാണ്. സോഷ്യൽ മീഡിയ വഴിയും അവരുടെ വാർത്താ മാധ്യമങ്ങൾ മുഖേനയും ഒക്കെ ആ പ്രചരണം പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. അപ്പോൾ അത് ഇപ്പോൾ ഇത് 2.5 വർഷം, ഏകദേശം 3 വർഷത്തോളമായി ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇതുവരെ അത്തരത്തിൽ അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനവും കോടതിയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് മെയിൻറ്റബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു സംവിധാനമാണ് ചെയ്തിട്ടുള്ളത്. അത് IA ആണ് സമർപ്പിച്ചിട്ടുള്ളത് സുപ്രീം കോടതിയിൽ. അത് തള്ളിയിരിക്കല്ല, അതിവിടെ വെച്ചിട്ട് തന്നെ ചെയ്യാം എന്ന് സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതൊരിക്കലും കേസ് തള്ളി എന്നുള്ള ഒരു പദപ്രയോഗം തന്നെ അതിന് പറ്റൂല. അത് ഇവിടെ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു പറച്ചിലാണ്
പിന്നെ അവിടുന്ന് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് ഇവിടെ തന്നെ കൊണ്ടുപോകാൻ പറ്റും. ആ രൂപത്തിൽ തന്നെ കേസ് മുന്നോട്ട് പോവുകയാണ്. മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം കമ്മിറ്റിയും അതുപോലെ തന്നെ സ്റ്റേറ്റ് കമ്മിറ്റി ഉൾപ്പെടെയുള്ളവർ അക്കാര്യത്തിൽ നിതാന്ത ജാഗ്രത പുലർത്തി മുന്നോട്ട് പോവുകയാണ്. കേസിൻ്റെ അന്തിമ ഫലം UDFന് അനുകൂലമായിരിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമല്ല. നവകേരളം നിർമ്മിക്കാനുള്ള യാത്രയെന്ന് LDFും ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത യാത്രയെന്ന് UDFും പറയുമ്പോൾ എന്ത് നേടിയെന്ന് ജനം തീരുമാനിക്കട്ടെ എന്നാണ് പൊതു അഭിപ്രായം. ഒപ്പം പെരിന്തൽമണ്ണയുടെ MLA ആയി ജനം തെരഞ്ഞെടുത്തത് ആരെന്നറിയാൻ ഹൈക്കോടതി വിധിക്കായി കാക്കുകയാണ് പെരിന്തൽമണ്ണക്കാർ. ചാനൽ 10 പെരിന്തൽമണ്ണ. അറ്റ്ലസ് ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു വമ്പൻ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ. അറ്റ്ലസ് ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് നടത്തൂ. സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടാം ക്യാഷ് പ്രൈസ് മുതൽ കാർ വരെയുള്ള ഉറപ്പായ സമ്മാനങ്ങൾ. ഡിസംബർ 2 മുതൽ ജനുവരി 7 വരെയുള്ള കാലയളവിൽ കേരളത്തിൽ ഉടനീളമുള്ള അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ഇപ്പോൾ സ്വന്തമാക്കാം സുസുക്കി എസ്പ്രസോ കാർ, ബുള്ളറ്റ്, ആക്ടിവ, ഇംപെക്സ് കെറ്റിൽ, പ്രഷർ കുക്കർ, ഗ്യാസ് സ്റ്റൗ, കാസറോൾ, ഡ്രം, ഗോൾഡ് കോയിൻ, ക്യാഷ് പ്രൈസസ്, പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ. സ്വാഗതം വമ്പൻ സമ്മാനങ്ങളുടെ ആഘോഷത്തിലേക്ക്. അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ നിയർ KSRTC ബസ് സ്റ്റാൻഡ്, ചിലമ്പക്കാടൻ മാൾ, പെരിന്തൽമണ്ണ.